എല്ലാവർക്കും UGS കിച്ചണിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ധാരാളമായി കഴിക്കാൻ വാങ്ങിക്കുന്ന വേനൽക്കാലത്തെ ഒരു ഫ്രൂട്ടാണ് തണ്ണിമത്തങ്ങ എന്ന് പറയുന്നത്. പക്ഷെ പലർക്കും അറിയില്ല തണ്ണിമത്തങ്ങ മൂത്തതാണോ ഇല്ലയോ എന്ന്. പലരും കൊട്ടിയൊക്കെ നോക്കും, പക്ഷേ ആ സൗണ്ട് കൊണ്ട് എല്ലാവർക്കും തിരിച്ചറിയാൻ പറ്റില്ല ഇത് വിളഞ്ഞതാണോ എന്ന്. അപ്പോൾ ഇത് വിളഞ്ഞതാണോ എന്നുള്ളത് കണ്ടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് വാങ്ങിച്ചേ പറ്റുള്ളൂ. പിന്നെ ഒരുപാടുള്ള കടകളിലാണെങ്കിൽ ചിലപ്പോൾ കട്ട് ചെയ്തൊക്കെ വെച്ചിരിക്കും, അത് മൂത്തോ ഇല്ലയോ എന്ന് നമുക്കറിയാനായിട്ട്. പക്ഷെ എല്ലാ തണ്ണിമത്തങ്ങയും കട്ട് ചെയ്തിട്ട് വാങ്ങിച്ചുകൊണ്ട് വരാൻ പറ്റില്ലല്ലോ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈസി ആയിട്ട് ഇത് വിളഞ്ഞതാണോ, ഇതിൻ്റെ അകത്ത് നല്ല റെഡ് കളറാണോ എന്ന് തിരിച്ചറിയാനുള്ള മെത്തേഡ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്കിത് കട്ട് ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോവുകയാണ്. അതിന് കത്തിയും അത് നമുക്കൊന്ന് മുറിച്ച് നോക്കിയാലോ. അത് മുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ കടക്കാരൻ നമുക്കത് വാങ്ങിച്ചെങ്കിലേ മൂത്തതല്ലെങ്കിൽ നമുക്ക് വാങ്ങിക്കാതെ പോരാൻ പറ്റില്ല. അപ്പോൾ നല്ലോണം നല്ല ഫ്രഷാണ്, നല്ലപോലെ മിനുസമുണ്ട്, വിളഞ്ഞതായിരിക്കും എന്ന് വിചാരിച്ചാണ് നമ്മളെപ്പോഴും മേടിക്കുന്നത്. പക്ഷേ നമുക്ക് ഇത് കൺഫേം ചെയ്തിട്ട് നമുക്ക് ഉറപ്പോട് കൂടി വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ടെക്നിക്ക് ഉണ്ട് ഇതിൽ. അപ്പോൾ ഇത് എന്താണെന്നല്ലേ, അപ്പോൾ ഇത് ഞാൻ പറയുന്നു ഇത് കംപ്ലീറ്റ് ആയിട്ടും വിളഞ്ഞതാണ്. ഈ ശബ്ദം കൊണ്ടെന്ന് പറഞ്ഞാൽ നിറഞ്ഞിരിക്കുന്നതായ ആ ശബ്ദം, ഇത് ശരിക്കും മൂത്തത് തന്നെയാണ്. ഇതിലൊരു ഡൗട്ടും ഇല്ല ഇത് മൂത്തതാണോ എന്ന്. പക്ഷേ ചില സമയങ്ങളിൽ നമുക്ക് അറിവില്ലാത്തവർക്ക് ഈ ശബ്ദം കൊണ്ട് തിരിച്ചറിയാൻ പറ്റില്ല. അപ്പം ഞാൻ വേറൊരു ഇതിൽ കാണിച്ചു തരാൻ പോവാണ്. ഇതാ ഇതുപോലെ നല്ല മഞ്ഞ കളറ്, ഇത് മണ്ണിൽ കുത്തിയിരിക്കുന്ന ഭാഗമാണ്. മണ്ണിൽ ശരിക്കും കുത്തിയിരിക്കുന്ന ഈ ഭാഗം ഇതുപോലെ മഞ്ഞ കളർ വന്നാൽ ഇത് വിളഞ്ഞ് ഇത് പാകമായ മത്തങ്ങയാണ്. അപ്പം നിങ്ങൾ എപ്പോഴാണെങ്കിലും തണ്ണിമത്തങ്ങ മേടിക്കാൻ പോകുമ്പോൾ ഇങ്ങനെയൊന്ന് നോക്കിയിട്ട് ഈ മഞ്ഞ കളറോട് കൂടി ഇത് കാണുമ്പോൾ തീർച്ചയായിട്ടും ഇത് വിളഞ്ഞത് തന്നെയാണ്, നിങ്ങൾക്ക് ഡൗട്ടില്ലാതെ വാങ്ങിക്കൊണ്ടുവരാം. അപ്പോൾ ഇതിൽ തിരിച്ചറിയാനുള്ള ഒരു മെത്തേഡാണിത്. തണ്ണിമത്തങ്ങയുടെ എല്ലാ ഭാഗവും നോക്കുക. അത് നിലത്ത് കുത്തിയിരുന്ന ഭാഗം ഒരുപാട് നാൾ മണ്ണിലിരിക്കുമ്പോഴത്തേനും ഇതിൻ്റെ നിറം മാറും. അത് കഴിഞ്ഞ് അത് വിളഞ്ഞ് പാകമാകാൻ തുടങ്ങുമ്പോഴത്തേനും ഇതൊരു മഞ്ഞ കളറിലേക്ക് ആകും. അപ്പോൾ ഇത് മുറിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ 100% ഇത് കംപ്ലീറ്റ് നല്ലോണം പഴുത്ത തണ്ണിമത്തങ്ങയാണ്. അത് കാലം ചെന്ന് നല്ലോണം പഴുത്തതിന് ശേഷം പറിച്ചെടുത്തതാണ്. അപ്പോൾ ഈ സിംറ്റം നോക്കിയിട്ട് തണ്ണിമത്തങ്ങ ധൈര്യമായിട്ട് കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരാം. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇത് ഞാൻ പറഞ്ഞത് ശരിയാണോ എന്ന് നിങ്ങൾക്ക് അറിയണ്ടേ, നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാവേ. അപ്പം ഞാൻ കത്തി എടുത്തോണ്ട് വരട്ടെ. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ലപോലെ വിളഞ്ഞ് അതുപോലെ ഇത് നല്ലപോലെ വിളഞ്ഞ് പാകമായ തണ്ണിമത്തങ്ങയാണ്. അപ്പോൾ ഈ കളറ് നോക്കിയിട്ട് നിങ്ങൾ വാങ്ങിയാൽ മതി. ഇത് നല്ല പെർഫെക്റ്റ് മധുരമായിരിക്കും, നല്ലതുപോലെ മധുരം ഉണ്ടാവുന്ന, ഇത് നല്ലതുപോലെ വിളഞ്ഞ് മധുരമുള്ള സ്റ്റേജിലേക്ക് എത്തുമ്പോഴാണ് തണ്ണിമത്തങ്ങയുടെ ഒരു സൈഡിൽ മഞ്ഞ കളറാവുന്നത്. ഭയങ്കര ടേസ്റ്റാണ്, സൂപ്പർ മധുരമാണ്, നല്ല മെച്ചുവേർഡ് ആയിട്ടുള്ള തണ്ണിമത്തങ്ങയാണിത്. അപ്പോൾ നിങ്ങൾ ഇനി കടയിൽ പോകുമ്പോൾ ഇതുപോലെ നോക്കിയിട്ട് വാങ്ങുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും മധുരമുള്ളതും ശരിക്കും പെർഫെക്റ്റ് ആയ തണ്ണിമത്തങ്ങ കിട്ടില്ല. പിന്നെ വേറൊരു വ്യത്യാസം, ചിലപ്പോഴും കടകളിൽ വരുന്നത് നിലത്ത് കുത്തിയിരിക്കാതെ ഇപ്പോൾ പല രീതിയിലും നിലത്ത് മുട്ടാതെ ഇരിക്കുന്ന ചില മത്തങ്ങകളുണ്ട്. അപ്പം അങ്ങനെ നിലത്ത് മുട്ടാതെ വളരുന്ന തണ്ണിമത്തങ്ങയുടെ സൈഡിൽ ഇങ്ങനെ കളർ വരില്ല. അപ്പം നമ്മൾ ഈ ടെക്നിക്ക് ഉപയോഗിച്ചോണ്ടാൽ മതി. നിറച്ച് വെച്ച പാത്രത്തിൽ വെള്ളത്തെ തട്ടുമണ്ണം ഉള്ള സൗണ്ടാണ് ശരിക്കും പാകമായി കഴിയുമ്പോൾ തണ്ണിമത്തങ്ങയുടെ തട്ടുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം.